ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. യേശുവിൻ്റെ കൃപ എന്നതാ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതിന് നമ്മൾ ആത്മാവിനെ ഇങ്ങോട്ട് കയറ്റണ്ടേ? എന്നെയൊക്കെ സൃഷ്ടിച്ചേക്കണ ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും പുത്രനായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടതാണ്. നമ്മളെ വിളിക്കപ്പെട്ടവരും ആയുള്ളവരെ എന്നല്ലേ പറയണേ. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചേക്കണ ദൈവത്തിന് വസിച്ച് നമ്മളെ കൊണ്ട് ലോകത്ത് ഒരനുഗ്രഹമാകാനാണ്. യേശുവിന് വസിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. യേശുപ്പ സ്തോത്രം. അങ്ങനെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ യേശു മുഖാന്തരം നമ്മളെ സകലത്തിലും മതിയായവരാകും. ഇവിടെ പറയുക, ഇതെനിക്ക് ഒത്തിരി ഒരു അനുഗ്രഹം തോന്നിയ വാചന. പാമ്പിനെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. അപ്പോൾ ദൈവം നമുക്ക് അധികാരം തരുമോ? ദൈവമക്കൾക്ക് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു പ്രതിസന്ധിയിലാണ്. ദൈവത്തിനോട് പ്രാർത്ഥിച്ച എല്ലാം ഇങ്ങനെ മാറി നല്ല സുഖമായിട്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പാമ്പിനെയും തേളിനെയും എന്ന് വെച്ചാൽ പാമ്പും തേളും അല്ല, പ്രതിസന്ധികളെ ആട്ടോ പറയണേ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തിയില്ല. ദൈവം പറയുക, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ നമ്മളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിലുള്ള പിശാചിനേക്കാളും വലിയവനാണ്. അപ്പോൾ അതെപ്പോഴും ഓർക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ നമുക്ക് പ്രതികൂലമില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം എന്ത്? ഒന്നുമില്ല. അപ്പോൾ ഗീവ് അവയുടെ കാര്യം പറയട്ടെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഗിഫ്റ്റ് 1000 രൂപയുടെ ഗിഫ്റ്റ് ഇത് കിട്ടും. സ്റ്റോൾ എടുക്കാം. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതുപോലെ തന്നെ ഡയമണ്ട് റിങ് കിട്ടും. പിന്നെ 25,000 ക്യാഷ് പർച്ചേസിന് അവിടെ കോയിനുണ്ട്. അതുകൂടാണ്ട് ബമ്പർ ഞെരക്കെടുപ്പും ഡയമണ്ട് റിങ് ഉണ്ട്. ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ബെനിഫിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ചെയ്തിട്ട് കിടക്കാം. അത് നല്ല സാരിയുടെ നമ്മൾ കണ്ടാൽ ചാടി ഒരു കൂട്ടം മൊഡാലിൻ്റെ. അപ്പോൾ മൊഡാലൊരു സൂപ്പർ സംഭവമല്ലേ ഇതേ. എന്നാ കൂളിങ് ആട്ടോ മൊഡാലിൻ്റെ സൂപ്പർ. ഇവിടെ ഈ ജെറി വർക്കുണ്ട്. മൊഡാല് ഈ ബ്ലൗസ് സെയിം ആട്ടോ. നമുക്ക് എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. പ്ലെയിൻ മൊഡാൽ സാരി. $2,999 അല്ലേ? 2,999. എന്ത് കൂളിങ്, എന്ത് രസം, അടിപൊളി സാരി. ബ്ലൗസിൻ്റെ കയ്യെ വേണമെങ്കിൽ എന്തെങ്കിലും കട്ട് ബീഡിൻ്റെ ഒക്കെ വർക്ക് ചെയ്താൽ മതി. അടിപൊളി സാരി കേട്ടോ. നല്ല ബേസിച്ചാട്ടോ. 2,999. ഇന്നത്തെ സാരി എല്ലാം അടിപൊളി നല്ല ഫങ്ഷൻ വെയർ സാരികൾ ഒത്തിരി ഉണ്ട്. ഇപ്പം ഈ വിലയുടെ സാരിയൊക്കെ മതി. അപ്ഡേഷനിൽ വലിയ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വിലയല്ല പ്രധാനം, ഇപ്പോഴത്തെ ഫാഷൻ ഒത്തിരി പ്രാധാന്യം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ പഴയ കാഞ്ചീപുരം സാരി എല്ലാവരും ഒക്കെ 10,000-20,000 രൂപയുടെ ആയിരിക്കും. പക്ഷേ അതിന് ഈ 2,000 രൂപയുടെ സാരിയുടെ ലുക്കില്ല. മൊഡാല് 2,999. അതാണ് അപ്ഡേഷൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ വിലക്കുറഞ്ഞ ഐറ്റത്തിയിട്ടൊക്കെ എല്ലാവരും ആകും. $2,999. അപ്പോൾ ഇച്ചിരി കട്ട് ബീഡും കൊണ്ട് എന്തെങ്കിലും ബ്ലൗസിൽ വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സൂപ്പർ മൊഡാലാട്ടോ. ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ജയറാമിൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു ഗ്രീൻ അല്ലാതെ ഭയങ്കര അട്രാക്ഷനാണ്. ഞാൻ കുഞ്ഞുവിനോട് കണ്ടിട്ട് കുഞ്ഞുവിന് ഇല്ലാത്തൊരു കളറാണ് ഞാൻ നോക്കണം. ഏത് ഡ്രസ്സ് ആ കളർ തന്നെ എടുക്കണം. അങ്ങനെ അവനവന് ഇഷ്ടമുള്ള കളർ ഇതൊക്കെ ആയിട്ട് എടുക്കണേ. പ്രത്യേകിച്ച് പറയാൻ, നമ്മൾ റീഫണ്ട് കൊടുക്കൂല കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡാമേജോ അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാറി തരും. മാറി വേറെ എടുക്കാമെന്നുള്ളൂ.
നമ്മൾ റീഫണ്ട് ഇല്ല കേട്ടോ. അത് ഒരു കടയിൽ റീഫണ്ട് ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ നിങ്ങൾക്കുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് തിരിച്ചയക്കുമ്പോൾ നമുക്കങ്ങനെ ഓരോരുത്തരും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് കട ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. 2999 ഇനി കഥാൻ സാരി ആട്ടോ. കഥാൻ സാരിയാണ് ഇപ്പോൾ ഏറ്റവും അധികം നമുക്ക് വിൽക്കണേ. നല്ല ഇത് നമ്മളിപ്പോൾ ഒരു 25,000 30,000 ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് കഥാൻ സാരി. പ്ലെയിൻ ബ്ലൗസ് പീസാണ് അല്ലേ? പ്ലെയിൻ ബ്ലൗസ് പീസ് എല്ലാത്തിലും വരും. എന്നിട്ട് അരികത്ത് ഇങ്ങനെ ജെറി വർക്കും വരും. ഏത് ഫങ്ഷനും 25-30 സാരിയുടെ ഒപ്പം ഇത് നിൽക്കും കേട്ടോ. 2,999 രൂപയേ ഉള്ളൂ. മോഡാലും ഇതിനൊക്കെ സെയിം റേറ്റാണ്. പക്ഷേ ഇതിങ്ങനെ ഉടുത്തുകൊണ്ട് പോയാൽ ഇങ്ങനെ ഭയങ്കര അത് ഗോൾഡൻ ആയിരുന്നു അല്ലല്ലോ? അത് സിൽവർ അല്ലേ? അത് സിൽവറാണ്. ഇത് ഗോൾഡനാ അല്ലേ? ഇത് 2 എണ്ണമാണ് സിൽവർ ഉള്ളൂ. ഇത് സിൽവറാണ് കേട്ടോ. അടിപൊളി സാരിയാട്ടോ. അടിപൊളി കുഞ്ഞുവിൻ്റെയൊക്കെ കല്യാണ സാരി വിരിപ്പാവ് സാരിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ലുക്കാണ്. കാഞ്ചീപുരം എത്ര രൂപയുടെയാ? കല്യാണ പെണ്ണുങ്ങളുടെ സാരിയൊക്കെ ഇങ്ങനത്തെ എടുത്താൽ പോരെ എൻഗേജ്മെൻറ്റും കല്യാണത്തിനും ഒക്കെ. ദൈവമേ, കനവും ഇല്ല. ഫുള്ളിങ്ങനെ വർക്കും സൂപ്പർ സംഭവം. ഭയങ്കര ലുക്കും തോന്നിക്കും. ഭയങ്കര ഈ സാരി മൊത്തമല്ലേ ഞാനിങ്ങനെ പിടിച്ചേക്കണല്ലേ? സാരി മൊത്തം പിടിച്ചേക്കണേ. ഇങ്ങനെ ഈ സാരി ഇങ്ങനെ കൊടുത്തൊരു ഫങ്ഷന് പോയാൽ പോരെ. ഈ വിലയല്ലേ ഉള്ളൂ. എന്ത് ഗ്രാൻഡാ നമുക്ക്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. പെട്ടെന്ന് തീരുവേ. അടിപൊളി സംഭവം. അടിപൊളി. റെഡ്, സൂപ്പർ റെഡ്. റെഡല്ലേ? പീച്ചാണ്. റെഡല്ലേ? പീച്ചല്ലേ? ഇനി വന്നത് ഗ്രീനാണ്. എല്ലാം നല്ലതാണ്. ഇതിന് ഒരു സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ട്, ആ പ്ലെയിൻ ബ്ലൗസേ സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ, എന്നിട്ട് ഇച്ചിരി മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ച്. എനിക്ക് എപ്പോഴും കൊതിയ. ഞാൻ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു കേട്ടോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രം സ്പെൻസർ ജംഗ്ഷനിലുള്ള YWCയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ട് സാരി ഉടുത്ത് ഒരു ഫയലൊക്കെ പിടിച്ച് കാര്യവട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD ചെയ്യുന്നവർ അന്നത്തെ കാലത്ത് ഇങ്ങനെ പോണ കണ്ട് കൊതിയാവുമായിരുന്നു. പഠിച്ച് പറഞ്ഞിട്ട് ആരും പഠിക്കണമായിരുന്നു. പഠിക്കാൻ പോയപ്പോൾ വായി വിളിച്ച് ഉഴപ്പി. ജീവിതം ഇങ്ങനെ കട്ടപ്പോയാവുമെന്ന് ഓർത്തില്ല. എങ്ങനെയൊക്കെ യേശുമ്പരാൻ കയറ്റിക്കൊണ്ട് വന്നു. അപ്പോൾ എല്ലാവരും പറയും അങ്ങനെ പഠിച്ച് ജയിക്കാത്ത നന്നായില്ല ഇങ്ങനെ ബിസിനസ്. അങ്ങനെ എത്ര പേർക്ക് നന്നാകാൻ പറ്റും? നമ്മുടെ സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ജീവിതത്തിൽ അന്നേരം ഒത്തിരി കണ്ണീരും കൈ കുടിക്കേണ്ടതെന്നില്ലേ? ഇത് കണ്ടോ, ഫുൾ ബേജ് കളറിൽ വർക്കാട്ടോ. നോയാക്കോട്ടയല്ലേ? അതെ, നോയാക്കോട്ടയിൽ ഫുള്ള് വർക്ക്. ബ്ലൗസ് എങ്ങനെയാ? പ്ലെയിൻ ആണോ? വർക്കുണ്ടോ? അങ്ങനെ കാണിച്ചാൽ മതി. ചുമ്മാ കാണിച്ചാൽ മതി. വിടത്തണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്ര റേറ്റ്?
2599 കേട്ടോ. സാരിയുടെ അറ്റത്ത് ടാസിൽസ് ഉണ്ട്. ബ്ലൗസ് പീസ് എങ്ങനെയാണ്? പ്ലെയിൻ. ഇതാണോ പ്ലെയിൻ? സിൽക്കിൻ്റെ ഒരു ബ്ലൗസാണോ അല്ലേ? ആ, ബ്ലൗസ് ഇങ്ങനെ ഒരു സോഫ്റ്റ് സിൽക്ക് ബ്ലൗസ്. 2500. ഇച്ചിരി ഒരു ഇലയ്ക്ക് വ്യത്യാസമുള്ളൂ കേട്ടോ. 2599. ഇത് പെട്ടെന്ന് തീരൂട്ടെ, കാരണം എപ്പോഴും ആൾക്കാർ ചോദിച്ചു തന്നതാണ്. ബേജ് കളറിൽ ഫുൾ വർക്ക് ചെയ്യും. നമ്മുടെ ബാംബൂ സിൽക്ക് ഇതെപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള നമ്മുടെ എവർഗ്രീൻ ഒരു സാരി ആട്ടോ. ഇത് എടുത്തിടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊടുത്താലും നല്ലതാണ്, ആർക്ക് കൊടുത്താലും ഒക്കെ നല്ലതാണ്. 1599 ആണോ 1499 ആണോ? 1499. പ്ലെയിൻ ബ്ലൗസ് പീസും. ഇത് നമ്മളെപ്പോഴും ചെയ്യണേ നല്ല സാരി ആട്ടോ. ധൈര്യസമേതം എടുക്കാം, ധൈര്യസമേതം എടുക്കാം കേട്ടോ. ഇത് തന്നെ സ്റ്റാർച്ചിങ്ങിൻ്റെ ആട്ടോ. നല്ല ബാമ്പു ബഗൽപൂരി സിൽക്ക് പോലെ കേട്ടോ. ഇതിൻ്റെ നിങ്ങൾ ഓർക്കും ബഗൽപൂരി സിൽക്ക് ഇങ്ങനെ പതുപതുന്ന് കൊടുത്തിട്ടുണ്ട്, അതല്ല കേട്ടോ. ഇത് ഒറിജിനൽ ബാമ്പൂ സിൽക്കാണ്. നമ്മൾ 2800 ആദ്യം ഇത് വിറ്റ്. ഇത് കണ്ടമാനം ഓളി ഇറങ്ങുമ്പോൾ വില കുറഞ്ഞ് കിട്ടണയാണ്. ആദ്യം നമ്മൾ എടുത്തപ്പോൾ 2800 ആയിരുന്നു ബാമ്പൂ സിൽക്കിന്. സൂപ്പർ സംഭവമാണ്. 1499 രൂപയേ ഉള്ളൂ. നല്ല കളർ ചാട്ടുവാണ്. ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കനം കുറവാട്ടോ. അതെ, ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഭയങ്കര കനം കുറവാണ്. ഞാനിത് സ്റ്റാർച്ച് ചെയ്തേക്കണേല്ലോ. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ഒരു സെമി ടെസർ ഫീലിങ്സ്. ഒറിജിനൽ ടെസറിൻ്റെ നല്ല നല്ല കളേഴ്സ്. അതിൻ്റെ സെൽഫ് പ്രിൻ്റ് ആണെങ്കിൽ ഗ്രാൻഡ് അല്ലേ, അടിപൊളി സെൽഫ് പ്രിൻ്റാണ്. സൂപ്പർ സൂപ്പർ. ബേജ് കളർ. ക്യാരറ്റ് പീച്ച്. ഒത്തിരി വെറൈറ്റി സാരിയുണ്ട്. നമ്മൾ ബ്രാസോ ഷോൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ സാരി ഇറങ്ങിയായിരുന്നു. ഫങ്ഷൻ വെയറിൻ്റെ സൂപ്പർ സംഭവം. ഇങ്ങനെയെങ്കിലും അയച്ചു തരുന്നത് ഇങ്ങനെ എല്ലാവരും വായിക്കണ്ട. അടിപൊളി. എന്താ ഭംഗിയിലെ. എത്രയാ? 1790. എന്താണ് ചഴിച്ചു വെച്ചാൽ? അങ്ങനെ 1790 ആട്ടോ. പിടിച്ചത് ശരിയായോ? അഴിച്ചത് ശരിയായില്ല. മടക്കി വന്നേക്കുന്നത് മൊത്തം പ്രോബ്ലത്തിലാണ്. അല്ലെങ്കിൽ അഴിഞ്ഞു പോവും. അന്ന് ഇത്രയും ഇടാം. ഒന്ന് മടക്കി എടുക്കട്ടോ കറക്റ്റ് രീതിയിൽ. അടിപൊളി സാരി കേട്ടോ. എന്ത് ഭംഗി. ഇങ്ങനെ നെള്ളൊന്നും അടിക്കില്ല കേട്ടോ. അതെ, വേണ്ട. അടിപൊളി. ഇതേ നല്ല രസമല്ലേ. ബ്ലൗസ് പീസും ഫ്രണ്ട് തന്നെ അല്ലേ? സെയിം തന്നെ. മുന്തിരി കളർ നല്ല. ഞാൻ ബൊമ്മയിലെടുത്ത് തയ്പ്പിച്ചുകൊണ്ട് വന്നോ. അടിപൊളിയാട്ടോ. അതെ, സൂപ്പർ സൂപ്പർ. വീഡിയോ കാണിക്കട്ടോ. നമ്മുടെ
ഈ കോട്ടാ സാരി എപ്പോഴും ചോദിക്കണേ കേട്ടോ, ഫുൾ വർക്കുള്ള കോട്ടാ സാരി കട്ട് വർക്കിൻ്റെ. നമുക്ക് റണ്ണിങ് ഉണ്ട്. ഇതാണെങ്കിൽ ഫിനിഷ് ചെയ്ത് ലേസൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് വിത്ത് ബ്ലൗസ് പീസ്, സെയിം റണ്ണിങ് തന്നെ ബ്ലൗസ് പീസ്. റേറ്റ് അത്ര കനന്ന് പറയണില്ല കേട്ടോ. ഇത് ഈ തെപ്ചി കോട്ടൻ്റെ കട്ട് വർക്കാകാം കേട്ടോ. വെയിറ്റ് ഇല്ല. 1499. നമ്മളിതിൻ്റെ ചെറിയ ഡിസൈൻ വ്യത്യാസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്കൊരു മോച്ചായ കണ്ടിട്ട് നമ്മൾ ചെയ്ത പോലെ അല്ലേ? നമ്മൾ നേരത്തെ ഡിസൈൻ വ്യത്യാസമായിരിക്കും, ഇങ്ങനെ ഫുൾ വർക്കുള്ളത് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സെയിം ബ്ലൗസ് പീസ് വേണമെന്നില്ല, വെള്ള ഇടുവാണെങ്കിൽ കൂടുതൽ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ വെള്ള ഹക്കോബ ഇട്ടാൽ മതി. പണ്ടൊക്കെ ബ്ലാക്ക് ബ്ലൗസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വെള്ള ഹക്കോബ. അടിപൊളി. നസ്രിയല്ലേ എങ്ങനെ ഇട്ട് കാണിച്ചത് അല്ലേ? ഏതെങ്കിലും ഒരു ഫിലിം, അതെ, ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ അങ്ങനെ കാണിച്ചാൽ മതി, അത് തന്നെ ഫാഷനാവും. നയൻതാര റെഡ് സാരി കൊടുത്തപ്പോൾ എല്ലാവരും റെഡ്. ശംബ്രാൻ്റെ സ്വഭാവം കോപ്പി അടിക്കാൻ തോന്നിയായിരുന്നെങ്കിൽ എന്തായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ? പച്ച യേശു ഇത് പറയണം ഞാൻ പോലെ. യേശുവിൻ്റെ സ്വഭാവമല്ലേ സൗന്ദര്യമൊക്കെ. ഇങ്ങനെ മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറല്ലേ. ഞാൻ എപ്പോഴും ചിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഉണ്ണിക്കുട്ടനെ കല്യാണം ആയിരുന്നപ്പോൾ ആർക്കനിച്ചിങ് പ്രാർത്ഥിക്കുകയെ. അപ്പോൾ ഞാനിങ്ങനെ നല്ല പ്രപ്പോസ്, ഇങ്ങനെ എൻ്റെ പൊന്ന സിസ്റ്ററെ ഇത്ര കോടിയും ഒരു പൂതനേനെ മതിയോ? നമുക്ക് ദൈവകൃപയുള്ള പെങ്കൊച്ച് വേണ്ടേ? സൗന്ദര്യവും പണവും അല്ല പ്രാധാന്യം, പരിശുദ്ധാത്മാവ് വസിക്കണ പിള്ളേർ വേണം. കേൾക്കണ്ട. അപ്പം എന്നെ ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്താന്ന് പറഞ്ഞു. യേശപ്പാ സ്തോത്രം. അപ്പക്കുട്ടനും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലൈലാക്കി 1399 അല്ലേ? 1499 ആട്ടോ. ഈ കളർ മാത്രം ആട്ടോ, ഇത് മാത്രം വന്നിട്ടുണ്ടേ. ഇതിൻ്റെ എല്ലാ കളറും ഇല്ല കേട്ടോ, ഈ കളർ മാത്രം. $1299. നമ്മുടെ ക്രോഷിയോടെ ഫുള്ള് ക്രോഷി കളർ, ഭയങ്കര എൻക്വയറിയുള്ള കളറല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എടുത്തോ. നല്ല നല്ല സാരി, നിങ്ങൾ സാരി എടുക്കാൻ കടകളിലൊന്നും നോക്കേ. അപ്പോൾ നമ്മുടെ വില വരും. അപ്പോൾ പിന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ഒരു മാസം കഴിഞ്ഞ് വന്നാൽ ഇതിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് വെബ്സൈറ്റിൽ ചാടി എടുക്കുക, അല്ലെങ്കിൽ 4 ഓൺലൈൻ നമ്പറുണ്ട്, വാട്സപ്പ് കോൾ വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഡ്രസ്സ് നമ്മൾ അല്ലെങ്കിൽ വിചാരിക്കുന്നത് കിട്ടണമെന്നില്ല. വന്ന് കണ്ടു നോക്കി കീഴടക്കി എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണ സ്കീം ചേരണം. മസ്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സ് പറയണ പോലെ ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറ്റാം സ്വർണ്ണത്തിലൊരു നിക്ഷേപം. ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയത് കാരണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ശുഭ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.